എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്നേഹവന്ദനം. എൻ്റെ പേര് പ്രശാന്തി ചൊവ്വര. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് കാവേരി നദിയെക്കുറിച്ചാണ്. കാവേരി ഭൂമിയിൽ ഉത്ഭവിച്ചതിനെപ്പറ്റി ഒരു കഥ സ്കന്ദപുരാണത്തിൽ പറയുന്നുണ്ട്. ഒരിക്കൽ അഗസ്ത്യൻ കൈലാസത്തിൽ ചെന്ന് ശിവനെ പൂജിച്ചു. ഏറെ കാലത്തിന് ശേഷം ശിവൻ മുനിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അല്ലയോ മഹാമുനെ, ഞാൻ അങ്ങയുടെ തപസ്സിനാൽ സംപ്രീതനായി തീർന്നിരിക്കുന്നു. എന്താണ് വരം വേണ്ടെന്ന് പറഞ്ഞാലും. ഭഗവാനെ, ഭൂമിയിൽ എനിക്കൊരു പുണ്യസ്ഥലം സ്ഥാപിക്കണമെന്നുണ്ട്. അവിടേക്ക് ആവശ്യമായ പുണ്യജലം നൽകി അനുഗ്രഹിച്ചാൽ മാത്രം മതി. അഗസ്ത്യൻ തൊഴുകൈയോടെ പറഞ്ഞു. ശിവൻ ഉടനെ തന്നെ കാവേരി നദിയെ അഗസ്ത്യന്റെ കമണ്ഡലുവിലാക്കി കൊടുത്തു. പല കഷ്ടതകളും സഹിച്ച് കാവേരി നദിയുമായി അഗസ്ത്യൻ തെക്കോട്ട് യാത്ര ആരംഭിച്ചു. പല കഷ്ടതകളും സഹിച്ച് അദ്ദേഹം ദക്ഷിണ ഭാരതത്തിൽ എത്തിച്ചേർന്നു. കമണ്ഡലു മുന്നിൽ വെച്ചുകൊണ്ട് ധ്യാന നിമഗ്നനായി കുറച്ചു നേരം നിന്നു. ഈ നേരത്തെ ദേവേന്ദ്രന്റെ നിർദ്ദേശപ്രകാരം ഗണപതി ഒരു കാക്കയായി മാറി കമണ്ഡലുവിന്റെ വക്കിൽ വന്നിരുന്നു. കൊക്കുകൊണ്ട് കമണ്ഡലു മറിച്ചിട്ടു. അതിനകത്തുണ്ടായിരുന്ന കാവേരി മോചിതയായി. ഒരു നദിയായി കാവേരി ദക്ഷിണ ഭാരതത്തിലൂടെ ഒഴുകാനും തുടങ്ങി. ഇങ്ങനെയാണ് കഥ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ.